പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും വീടുകളും അതുപോലെ തന്നെ കടകളും ക്രിസ്മസ് സ്റ്റാർ മാല ബൾബുകൾ ഉപയോഗിച്ചിട്ട് അലങ്കരിക്കാറുണ്ട്. ഇങ്ങനെ വാങ്ങുന്ന ചില സ്റ്റാറുകളൊക്കെ അധികം ദിവസം ഉപയോഗിക്കാതെ തന്നെ കേടായി പോകാറുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വലിച്ചെറിഞ്ഞിട്ട് പുതിയത് വാങ്ങുകയാണ് പതിവ്. കേടായിപ്പോയ LED സ്റ്റാറുകളും മാല ബൾബുകളും നമുക്ക് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിൽ മാത്രമേ ഈ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ വീഡിയോ കണ്ടുവരാം. ക്രിസ്മസ് സ്റ്റാറുകളിൽ അതുപോലെ മാല ബൾബുകളിലൊക്കെ വരുന്ന LED എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തായിരിക്കും. അതുപോലെ തന്നെ ആ LED ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡ്രൈവറും ഉണ്ടാവും ഇതിൻ്റെ ഭാഗങ്ങൾ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പഴയ ഡ്രൈവ് നമ്മൾ ഒഴിവാക്കുകയാണ്. ഈ ഡ്രൈവ് കേടായി പോയതാണ്. LED ഓരോന്നും നിങ്ങൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് അത് പ്രകാശിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആദ്യം. ഈ കാണുന്ന സ്റ്റാറിൻ്റെ അകത്ത് 3 ലെയറായിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള LED കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഡ്രൈവാണിത്. നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണിത്. ഒരു 30 രൂപേൻ്റെ താഴെ ചിലവിൽ ഈ ഡ്രൈവ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഡ്രൈവിൻ്റെ ഔട്ടിൽ മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വോൾട്ടാണ് കാണിക്കും, അതുപോലെ പോസിറ്റീവ് ഏതാണ് നെഗറ്റീവ് ഏതാ വയറെന്ന് നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ആദ്യം നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് കണക്ഷൻസ് ഓരോന്നും ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അതിനുശേഷം പോസിറ്റീവ് കണക്ഷനും ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമ്മളിപ്പോൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് പോസിറ്റീവ് സൈഡിൽ നമ്മൾ പോസിറ്റീവ് വയർ കണക്ട് ചെയ്യുന്നു ഡ്രൈവിൻ്റെ. അതുപോലെ നെഗറ്റീവ് സൈഡിൽ ഡ്രൈവിൻ്റെ നെഗറ്റീവ്